പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഏകദേശം 11ഓളം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളത് +1 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, കൂടിപ്പോയ ITI ഇത്ര മാത്രമാണ് നമ്മൾ മുമ്പിൽ ഓപ്ഷനായിട്ട് നമുക്ക് വരാറുള്ളത്. പക്ഷേ ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനെ കൂടെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് നമ്മൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പം എഞ്ചിനീയറിങ്ങിലോ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റെന്ത് കോഴ്സിനോ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പലർക്കും അബദ്ധം പറ്റാറുള്ള ഒന്നാണ്, സയൻസിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സയൻസിൽ പലതരത്തിലെ വിഷയം, ഇപ്പോൾ മാത്സ് ഉണ്ട്, ബയോളജി, കെമിസ്ട്രി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സിലുണ്ട്. പക്ഷെ നമുക്ക് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് MBBS അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇന്ന ഓപ്ഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന് പറയാറുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് സയൻസിൻ്റെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിന് ഒരു വീഡിയോ, അതുപോലെ തന്നെ കൊമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. കാരണം ഇത് ഭയങ്കര ലെങ്ത് വരുന്നത് കൊണ്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത്. അത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ഈ 11 കോഴ്സുകൾ അഥവാ +1 സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സിനാണ് നിങ്ങൾ താല്പര്യപ്പെട്ട് എടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പല രക്ഷിതാക്കൾക്കും അവസാനം നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതാണ്, പല വിദ്യാഭ്യാസ പ്രവർത്തകരെയും അതുപോലെ തന്നെ അധ്യാപകരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നത് എടുത്തു പോയിട്ട് അബദ്ധം പറ്റിപ്പോയി, ഇനി 2 കൊല്ലം കൂടി വീണ്ടും പഠിക്കണോ, അല്ലെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ കിട്ടിയ കോഴ്സിനൊക്കെ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇനി അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏകദേശം 10-45ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്, പലതരത്തിൽ സബ്ജക്റ്റ്. ഇപ്പം 5 സബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓപ്ഷനിലായിരിക്കും. പല സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ചിലപ്പോൾ മാത്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബയോളജി ചൂസ് ചെയ്യാനുള്ള അവസരം വരും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്താണോ, നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കലാണ് പോകണമെങ്കിൽ എന്താണ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ വീഡിയോ വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അടുത്തത് എഞ്ചിനീയറിംഗ് പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് രക്ഷിതാവ് മനസ്സിലാക്കണം, കുട്ടിയും മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ എന്തിനെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മറ്റോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.